എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉപന്യാസം എങ്ങനെ എഴുതുന്നതെന്നൊക്കെ കണ്ടതുപോലെ ഇന്ന് എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതുന്ന എനിക്ക് തോന്നുന്ന ഒരു 99.9% കുട്ടികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക്? സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ? പലപ്പോഴും 1, 2, 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഉത്തരമേ, പ്രത്യേകിച്ച് ഭാഷാ പരീക്ഷകളിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിൽ പിന്നെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്നത് മലയാളത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം നമുക്ക് സമയം തികയാതെ വരുന്നത്? എന്നാൽ നമ്മുടെ കൂടെ ഇരുന്ന് എഴുതുന്ന ചില കുട്ടികൾക്ക് സമയം കിട്ടുകയും നമുക്ക് സമയം കിട്ടാതെ വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വലിയൊരു കാര്യമാണ്. കാരണം പരീക്ഷയ്ക്ക് നമ്മൾ കുറെ പഠിക്കുന്നതല്ല അല്ലേ, എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല, എന്തെഴുതി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരീക്ഷയ്ക്ക് മാർക്കുണ്ടാവുക. അങ്ങനെയുള്ള നമ്മുടെ ഒരു പ്രശ്നം അല്ലെ, നമ്മുടെ നിങ്ങളുടെ ഒരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ്? പരീക്ഷ എഴുതുമ്പോൾ സമയക്രമം എങ്ങനെ പാലിക്കാം? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ കൃത്യമായ സമയക്രമം പാലിക്കാത്തതാണ് എന്തിന് കാരണമാകുന്നത്? പരീക്ഷയ്ക്ക് ലാസ്റ്റ് ചോദ്യങ്ങൾ എഴുതാൻ 6 മാർക്കിന്റെ 2 എണ്ണം ഒഴിവാക്കി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? അത് വരരുത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് സിമ്പിളായിട്ടാണ് അല്ലേ, ഏതൊന്നും പറയില്ലേ, സിമ്പിളാണ് പവർഫുൾ ആണെന്നൊക്കെ പറയുന്നത് പോലെ സിമ്പിളായ ചില കാര്യങ്ങൾ നമ്മൾ വളരെ മൈന്യൂട്ടായ, വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സമയക്രമം പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയും. അതെങ്ങനെയൊക്കെയാണ്? മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പഠിക്കുക. അതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പഠിക്കുക പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ? ഒരു മാർക്കിന്റെ ചോദ്യത്തിന് പലപ്പോഴും ഉദാഹരണത്തിന് തേൻവരിക്ക എന്ന കൃതി ഏതിൽ നിന്നാണ് എടുത്തത്? 1 മാർക്കിന്റെ ചോദ്യമാണ്. നിസ്സഹായന്റെ നിലവിളി എന്നാണ് ശരിക്ക് ഉത്തരം. പലരും എഴുതി വെക്കാറുണ്ട് തേൻവരിക്ക എന്ന പാഠം നിസ്സഹായന്റെ നിലവിളി എന്ന പാഠഭാഗത്ത് നിന്നും എടുത്തതാണ്, ഇത് ഏറെ മനോഹരമാണ്, ഭംഗിയുള്ളതാണ്, സുന്ദരമാണ് എന്നൊക്കെ എഴുതി വെക്കും. ആകെ എഴുതേണ്ടത് 1 മാത്രമാണ്. എന്താ? നിസ്സഹായന്റെ നിലവിളി. അതാണ് ഉത്തരം. 1 മാർക്കിന് അത് മാത്രം എഴുതി വെച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതാൻ പഠിക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1 മാർക്കിന് 1 വാക്ക് എന്താണോ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവല്ലോ, ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണല്ലോ ഉണ്ടാവുക. ആ ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനുള്ളത് അത് കൃത്യമായ ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നുള്ളത് എന്താണോ അത് ഉത്തരം എഴുതിയാൽ മതി. അതിന്റെ കൂടുതൽ പൊടിപ്പും തൊങ്ങലുകളും വേണ്ട. ഇനി 2 മാർക്കിന്റെ ചോദ്യം 2 സെന്റൻസ് എഴുതി വെച്ചാൽ മതി. ഉത്തരം 2 പോയിന്റ് കിട്ടാവുന്ന 2 സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതാണ്? വിശ്വം ദീപമയം എടുക്കൂ. പകൽ പോയാൽ നമ്മൾ പേടിക്കണ്ട എന്ന് പറയാൻ കവി കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ എന്തൊക്കെ എഴുതണം? 2 പോയിന്റാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന 1. 2, നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യനെ യഥാസ്ഥാനത്ത് കൊളുത്തി വെക്കുന്നുമുണ്ട്. ഇതാണ് 2 ഉത്തരം. 2 മാർക്കിന് അത്ര മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ 2 മാർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വിശ്വം ദീപമയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചും ജീവിതത്തിൽ നമ്മൾ എന്ത് പാലിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ഇതൊന്നും എഴുതി വെക്കണ്ട. 2 മാർക്കിന് അതിനൊന്നും ആവശ്യമില്ല. 2 സെന്റൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ 1 മാർക്കിന് 2 മാർക്കിന് എങ്ങനെ നമുക്ക് എഴുതണം എന്നുള്ളത് ക്ലിയർ ആണോ? വ്യക്തമാണോ? ഇനി നോക്കൂ. ഇനി സമയം എത്ര എടുക്കാം? നിങ്ങൾ 1.5 മണിക്കൂർ അല്ലെ, 1.5 hour ആണ് അല്ലെ, 1 മണിക്കൂർ 1:30 നമുക്ക് സമയം. ഇതില് 1 മാർക്കിന്റെ ചോദ്യം എഴുതാൻ മാക്സിമം നിങ്ങൾ
10 മിനിറ്റ് എടുത്തു എന്ന് കരുതുക. 2 മാർക്കിന്റെ 2 ചോദ്യം എഴുതാൻ നിങ്ങൾ 10 മിനിറ്റ് എടുത്തു എന്ന് എഴുതുക. അപ്പൊ എത്രയായി? 20 മിനിറ്റായി. 20 മിനിറ്റായി. ഇനി 4 മാർക്കിന് 5 ചോദ്യമാണ് എഴുതാനുള്ളത്. 10 മിനിറ്റ് വീതം 5 ചോദ്യങ്ങൾക്ക് 50 മിനിറ്റ് നിങ്ങൾ എടുത്തോ. അപ്പൊ എത്രയായി? 70 അല്ലെ? 70 മിനിറ്റായി. 70 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി? 1 മണിക്കൂറും 10 മിനിറ്റുമായി. പിന്നെയുള്ള 6 മാർക്കിന്റെ ചോദ്യം എഴുതാൻ നിങ്ങൾ 20 മിനിറ്റ് എടുത്തു എന്ന് കരുതൂ. അപ്പൊ എത്രയായി? 70ഉം 20ഉം 90. 1 മിനിറ്റും 1.5 മണിക്കൂറായി. ക്ലിയർ ആണോ? ഇതുമല്ല, ഇതൊക്കെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. 10 മിനിറ്റ് വേണോ 1 മാർക്കിന് 5 ചോദ്യം എഴുതാൻ? വേണ്ട. 2 മാർക്കിന് 2 ചോദ്യം എഴുതാൻ 10 മിനിറ്റ് വേണ്ട. അങ്ങനെ അതിന് രണ്ടിനും മാനേജ് ചെയ്താൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ 10 മിനിറ്റിനുള്ള 15 മിനിറ്റിനുള്ള ഒതുക്കി കഴിഞ്ഞ 5 മിനിറ്റ് എഴുതി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കാനും മറ്റുമായി നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടൈം എന്ത് ചെയ്യേണ്ടത്? സമയത്തെ പാലിക്കേണ്ടതാ. അപ്പോ എഴുതുന്നത് ഇത്ര മാർക്കിന് ഇത്ര എഴുതണം, ഇത്ര മാർക്കിന് ഇത്ര എഴുതാവോ എന്നുള്ളത് ബോധ്യമായോ? ഏതിൻ്റെയൊക്കെ? 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും നിങ്ങൾക്ക് ബോധ്യമായോ? ക്ലിയർ ആണോ? 1 മാർക്കിന് ഉത്തരം മാത്രമേ ഇത് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത് എഴുതുക. പിന്നെയോ 2 മാർക്കിന് 2 സെന്റൻസ് എഴുതുക. ക്ലിയർ ആണോ? ഇനി 4 മാർക്കിന് വന്നാലോ? 4 മാർക്കിന് വന്നാലോ? 4 മാർക്കിന്റെ 4 മാർക്കിന്റെ ചോദ്യത്തിന് അരപ്പുറത്തിൽ കവിയാതെ എന്നാ നിങ്ങളോട് പറയുന്നത്. അരപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഷീറ്റിന്റെ പകുതി ഭാഗം, അതിനെയാണ് അരപ്പുറം എന്ന് പറയുക. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ മക്കൾ സ്കെയിൽ വെച്ച് രണ്ടിനെയും പകുതിയാക്കി പകുതിയിൽ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാനുള്ള ശ്രമം നടത്തരുത്. അരപ്പുറം എന്നുള്ളത് കുറച്ച് കൂടിപ്പോയാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പാലിക്കണം. നിങ്ങൾക്ക് അനുവദിച്ച സമയം എത്രയാണ്? നമ്മൾക്ക് എത്രയാണ്? 5 ചോദ്യം എഴുതാൻ നമുക്കുള്ളത് എത്ര മിനിറ്റാണ്? 50 മിനിറ്റാണ് നമ്മൾ എടുത്തതെങ്കിൽ അത് ഒരു ചോദ്യത്തിന് എത്ര എന്നുള്ളത് കണക്കാക്കി ആ സമയത്തിനുള്ളിൽ എഴുതി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിരിക്കണം. അരപ്പുറത്തിൽ കവിയാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാരി വലിച്ച് എഴുതണമെന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ 6 മാർക്കിന് 1 പുറത്തിൽ എഴുതിയാൽ മതി. ഒരു പേജിന്റെ ഒരു ആദ്യ ഭാഗം മാത്രം എഴുതിയാൽ മതി മക്കള്. അതിനുള്ളിൽ ആശയം ഉണ്ടായിരിക്കണം. എന്തെഴുതരുതാ? ആവർത്തനം ഉണ്ടാവരുത്. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എല്ലാ കൊല്ലവും എൻ്റെ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളോടും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പറഞ്ഞൊരു കാര്യമാണ്, അത് ഉണ്ടായ സംഭവമാണ്. എന്താണെന്ന് അറിയുമോ? മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഒരു കുട്ടിയോട് ചോദിച്ചു. കുട്ടി ഒരു പാരഗ്രാഫ് എഴുതി വെച്ച എന്താണെന്നറിയാം നിങ്ങൾക്ക്? മഴക്കാലത്താണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, മഴക്കാലം രോഗങ്ങളുടെ കാലമാണ്. നിങ്ങൾക്കറിയുമോ മഴക്കാലത്ത് എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്? മഴ പെയ്തിറങ്ങിയാൽ ആ നിമിഷം മുതൽ രോഗമുണ്ടാകുന്നു. മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ കൂട്ടുകാർക്ക് അറിയുമോ? ഇത് മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഒരു കുട്ടി എഴുതിയതാ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരേ സാധനം തന്നെയാണ് 10 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതരുത്. അതുകൊണ്ടാണ് 1 പുറത്തിൽ കവിയാതെ എഴുതാൻ നിങ്ങളോട് പറയുന്നത്. അതിനെയാണ് ആവർത്തിച്ച് എഴുതുകയോ ആവർത്തന വിരസത ഒഴിവാക്കിക്കൊണ്ട് ഉള്ളതിനെ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? അരപ്പുറം 1 പുറം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പാലിച്ചുകൊണ്ട് തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കഴിയുകയും പരീക്ഷ കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എഴുതിയത് മുഴുവൻ വായിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ സമയക്രമം പാലിക്കുക. ഓരോ ചോദ്യവും. അടുത്ത നോക്കൂ. ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഒരു ഉദാഹരണം പറയാം മക്കളെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു, മോഡൽ പരീക്ഷയ്ക്കോ മറ്റോ ആണ്. ചോദ്യം തന്നിരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു വരി തന്നിട്ട് 3 വരികൾ തന്നിട്ട് ഇതിൽ ഒരു കഥാപാത്രത്തിന്റെ നിരാശ അടയാളപ്പെടുത്താത്ത വരി,
നിരാശ അടയാളപ്പെടുത്താത്ത വരിയ ചോദിച്ചേ. കുട്ടികളെല്ലാവരും എഴുതി വെച്ച നിരാശ അടയാളപ്പെടുത്തുന്ന വരിയ. ആ വരി ചോദ്യം പകുതിയെ വായിച്ചോളും. ഈ കഥാപാത്രത്തിന്റെ നിരാശ, അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് നിരാശയുള്ള കഥാപാത്രമാണിത്, അദ്ദേഹത്തിന്റെ നിരാശ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ നിരാശയ്ക്ക് നേരെ ടിക്ക് ചെയ്യും, അല്ല നിരാശ അതുപോലെ എടുത്തു വെക്കും. പക്ഷെ ചോദ്യം എന്താണ്? നിരാശ അടയാളപ്പെടുത്താത്ത വരിയ. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യതയോടുകൂടി വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ഉത്തരമെഴുതാൻ ശ്രമിക്കാവൂ. അതാണ് നമ്മൾ സമയക്രമത്തിൽ പാലിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ചോദ്യം ഏതാണെന്നും അത് എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം, അല്ലെ? ഒരു ചോദ്യം എന്താണ് ചോദിച്ചത്, ആ ചോദ്യം എങ്ങനെയാണ്, ആ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, അതിന്റെ ഏറ്റവും വലിയ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ഈ 2, 3ന്റെയും 4 നിങ്ങൾ എപ്പോൾ ചെയ്യേണ്ടതാണെന്നറിയോ? 3ഉം 4ഉം കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന 15 മിനിറ്റ് സമയം അതിനുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് ബാർബർ ഷോപ്പിലെ കസാര തിരിയും പോലെ അങ്ങോട്ട് തിരിഞ്ഞ് ഇതിന് ഉത്തരം ഇതറിയുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് കളിച്ച് കൂൾ ഓഫ് ടൈം ഒന്നും ഒരു ചോദ്യം വായിക്കാതെ നിങ്ങൾ ചോദ്യം വായിക്കുന്ന എപ്പോഴായിരിക്കും? ഉത്തരം എഴുതാൻ തുടങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നതാ? ഉത്തരങ്ങൾ എഴുതാൻ പറ്റാത്തതാ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ്, പരീക്ഷ എഴുതുമ്പോൾ സമയക്രമം എങ്ങനെ പാലിക്കണം എന്ന് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയുമാണ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ സമയത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഓർത്തു വെക്കണം, നിങ്ങളുടെ 1.5 മണിക്കൂർ സമയത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങളെ തീരുമാനിക്കണ്ടേ. 15 മിനിറ്റ് 6 മാർക്കിന് കൊടുത്താൽ 5 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് 4 മാർക്കിന് എഴുതാൻ കഴിയുമെങ്കിൽ 30ഉം 25ഉം 55 മിനിറ്റ്. പിന്നെ 2 മാർക്കിൻ്റെയും അല്ലെങ്കിൽ 5 മിനിറ്റോ 6 മിനിറ്റോ 7 മിനിറ്റോ അതിനെ ക്രമപ്പെടുത്തി, ഉത്തരത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് എഴുതുക കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് എന്തുണ്ടാകും? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനുള്ള സമയമുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ള സമയക്രമം പാലിക്കേണ്ട വിധം. കിട്ടിയോ? എങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.